ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷോന്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ തന്നെ എന്നത്തെയും പോലെ തന്നെ അനാലിസിസ് തുടങ്ങാം. സോ നിഫ്റ്റി ഒരു ഇൻസൈഡ് ബാർ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ വലിയൊരു ഗ്രീൻ ബാർ ആയിട്ട് നിഫ്റ്റി മുകളിലേക്ക് പോയിരുന്നു. ഈ ഒരു ഹൈ കട്ട് ചെയ്തു, ഒരു ഹയർ ലോ ഫോർമേഷനിലേക്ക് നിഫ്റ്റി പോയിട്ടുണ്ട്. ഈ ഒരു ലോയിനേക്കാളും ഹയർ ആണ് ഈ ലോ. അപ്പോ ഇവിടെ ഇന്നത്തെ ദിവസം ഒരു ഇൻസൈഡ് ബാർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇൻസൈഡ് ബാറിന്റെ താഴത്തേക്ക് ബ്രേക്ക് ഔട്ട് ആവോ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ആവോ എന്നനുസരിച്ചിരിക്കും നിഫ്റ്റിന്റെ വരും ദിവസങ്ങളിലുള്ള പ്രൈസ് ആക്ഷൻ. പക്ഷെ റൈറ്റ് നൗ നമുക്ക് നിഫ്റ്റിന്റെ ഓവറോൾ പ്രൈസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു ബെയറിഷ് ടു സൈഡ് വേസ് പ്രൈസ് സ്ട്രക്ചർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ കുറച്ച് വോളറ്റൈൽ ആൻഡ് ചോപ്പി ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലേ? അതുപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 50 പീരീഡ് മൂവിങ് ആവറേജിന്റെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൽ അവിടെ തട്ടി ചെറുതായിട്ട് റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് വന്നെങ്കിൽ നാളെ അറിയില്ല, മുകളിൽ ചെന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നാളെ മത്ലബ് മൺഡേ ഇനി മുകളിൽ ചെന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണെന്ന് നമുക്ക് പറയാം. സോ നിഫ്റ്റി അത്രേ ഉള്ളൂ. നമുക്ക് ആസ് സ്വിംഗ് ട്രേഡേഴ്സ് നമുക്ക് എന്താണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിൽ ഞാൻ പറയുകയുണ്ടായി, നല്ല ഒരു ബൈയിങ് വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് മാർക്കറ്റ് ഓവർ സോൾഡ് ആയി. പക്ഷെ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് ഡൗണും കൂടെ തന്നിട്ട് മുകളിലേക്ക് പോകാനാണ്. പക്ഷെ മുകളിലേക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ എടുക്കുമെന്ന് പറയണ്ടായി. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഈ 2 ദിവസങ്ങളായിട്ട് ഈ ദിവസവും ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഈ 2-3 ദിവസങ്ങളായിട്ട് ഞാൻ ട്രേഡ്സ് എടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം ചെറിയ രീതിയിൽ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു റെഡ് ക്യാൻഡിൽ ആ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒബ്വിയസ്ലി ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഡിസൈസീവ് ബെയറിഷ്നെസ് നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്സിൽ കാണിക്കുന്നുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സ്റ്റോക്സ് എല്ലാം തന്നെ അത്ര സെൽ ഓഫ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് എന്തെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് 5 പീരീഡ് മൂവിങ് ആവറേജ് ആണ്. ഈ 5 പീരീഡ് മൂവിങ് ആവറേജിന് താഴത്തേക്ക് ഒരു ക്ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബെയറിഷ് ടു സൈഡ് വേസ് മൂവ് അല്ലെങ്കിൽ പോസിറ്റീവ് ടു സൈഡ് വേസ് മൂവ്മെന്റ് നിഫ്റ്റിയിൽ വരും. അതുപോലെ തന്നെ ഇവിടേക്ക് എടുത്ത് നമ്മൾ സ്റ്റോക്സിലൊക്കെ ചെറിയ രീതിയിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനും പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ കണ്ടോ, സെയിം കൈൻഡ് ഓഫ് ഓൾമോസ്റ്റ് റൈറ്റ്, ഇവിടെ കുറച്ചും കൂടെ സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്ന് വേണ്ടി നമുക്ക് പറയാം. അപ്പോൾ സെയിം കൈൻഡ് ഓഫ് ക്യാൻഡിലാണ്. പിന്നെ താഴെ വന്നു, പിന്നെ പിറ്റേ ദിവസം ഒരു ഇൻസൈഡ് ബാർ വന്നു, പിന്നെ മുകളിൽ പോയി. അപ്പൊ ഇവിടെ ചെറിയ ചെറിയ റിജക്ഷൻ ക്യാൻഡിൽസ് വരുന്നുണ്ട്. പക്ഷെ ഒരു ക്യാൻഡിലും വേറൊരു ക്യാൻഡിലിന്റെ അടിയിൽ ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെയാണല്ലോ ഫസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത്, അതിനുശേഷം നല്ലൊരു ബ്രേക്ക് ഡൗൺ തന്നെ വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഇപ്പൊ നാളെ അല്ലെങ്കിൽ മൺഡേ ഈ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് ഒരു ക്ലോസ് തരുവാണെങ്കിൽ വളരെ നല്ല സെല്ലിംഗ് സ്റ്റോക്സിൽ കാണാൻ പറ്റും. അപ്പൊ തന്നെ നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം, അല്ലെ? സ്വിംഗ് ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജി ഒബ്വിയസ്ലി എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. ഡേ ടു ഡേ പ്രൈസ് ആക്ഷൻ ഓഫ് ദ മാർക്കറ്റ് നോക്കിയിട്ട് നമ്മൾ ഡിസിഷൻസും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ നാളെ, അതായത് മൺഡേ ഇപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ് തരുന്നെങ്കിൽ നമ്മുടെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യും. കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ട്രേഡ്സ് അഗ്രസീവ് എടുക്കാൻ നോക്കും. പക്ഷെ മൺഡേ ഒരു ബ്രേക്ക് ഡൗൺ ആണ് വരുന്നെങ്കിൽ നമ്മളൊന്നും കൂടി സ്ലോ ഡൗൺ ആവും. ചെറിയ രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ ടൈറ്റ് ആക്കി വെക്കണം. ആ രീതിയിലാണ് നമ്മൾ സ്വിംഗ് ട്രേഡിനെ ഇപ്പോഴും നോക്കി കണ്ടത്. ഒബ്വിയസ്ലി റിസ്ക് മാനേജ്മെന്റ് ആൻഡ് പൊസിഷൻ സൈസിങ് ഞാൻ പല വീഡിയോയിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അതാണ് ഒരു സ്വിംഗ് ട്രേഡർ ആക്കുന്നത്. നല്ല രീതിയിലുള്ള പൊസിഷൻ സൈസ് ചെയ്തിട്ട് നല്ല മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് മോശം മാർക്കറ്റിൽ മാറിയിരിക്കാൻ പറ്റുന്ന അവസ്ഥ, അല്ലേ? കാരണം ഞാൻ ഇവിടെ നിന്നും ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടില്ല. ഞാൻ പിന്നെ ഇവിടെ നിന്നാണ് ട്രേഡ് എടുക്കാൻ തുടങ്ങിയത്. അതായത് ഇവിടെ മോശം മാർക്കറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇവിടെ നല്ല മാർക്കറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു കയറുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരുപാട് ലോസ് ഉണ്ടായിക്കാണ്. പക്ഷെ ഈ സമയത്ത് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഭയങ്കര പ്രോഫിറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓൾറെഡി എടുത്ത ട്രേഡ്സിൽ കൂടുതലെണ്ണം വർക്ക് ചെയ്യുന്നുണ്ടാവും ആസ് കമ്പയർഡ് ടു ഈ ഒരു സിനാരിയോ. അപ്പോൾ എന്താ, എപ്പോഴും 5 EMA മുകളിൽ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ഇതാണ് 5 EMA ഏറ്റവും അടുത്ത് കൂടെ പോകുന്ന ഈ ഒരു മൂവിങ് ആവറേജ് 5 EMA. അപ്പോൾ ഈ 5 EMA മുകളിൽ അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക. അതിനുശേഷം മാത്രം കൂടുതൽ അഗ്രസീവായി സ്വിംഗ് ട്രേഡ്സ് എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫ്രീ ഫോൾ ഒക്കെ വരുമ്പോൾ നമുക്ക് റിവേഴ്സൽ ട്രേഡ്സ് ഒക്കെ എടുക്കാം. പക്ഷെ അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ് ലെവലിലാണ് ഒരു ട്രേഡ്സ് ആണ് റിവേഴ്സൽ ട്രേഡ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മാർക്കറ്റ് കണ്ടീഷൻസ് കാര്യങ്ങളും ഒന്നും കൂടെ അറിയാനും, അതുപോലെ തന്നെ നിങ്ങളുടെ സൈക്കോളജി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിരിക്കണം. പക്ഷെ എടുക്കാൻ പാടുമെന്ന് വെച്ചാൽ എടുക്കാം. ഈ ലെവലിലൊക്കെ നമുക്ക് ഒരു ചെറിയ പോസിറ്റീവ്നെസ് കാണുമ്പോൾ സ്വിംഗ് ട്രേഡ്സും പോട്ടെ റിവേഴ്സൽ ട്രേഡ്സ് ഒക്കെ നമുക്ക് എടുക്കാം. അത് പിന്നെ ഒബ്വിയസ്ലി നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം.
അതെല്ലാം പല രീതിയിൽ നമുക്ക് പല മാർക്കറ്റ് കണ്ടീഷൻസും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 5 മുകളിലും സ്മോൾ ക്യാപ് മിഡ് ക്യാപ് 400 ഇൻഡെക്സ് അറ്റ്ലീസ്റ്റ് ക്ലോസ് ചെയ്താൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുകയുള്ളൂ എന്നുള്ളൊരു റൂൾ നിങ്ങളുടെ ട്രേഡിങ്ങിൽ കൊണ്ടുവരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് നിങ്ങളുടെ ലോസസ് കുറയും, നിങ്ങളുടെ വിന്നേഴ്സ് കൂടും. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എത്രമാത്രം ലോസ് കിട്ടുന്നതല്ല, എത്രമാത്രം വിന്നേഴ്സിൽ എത്രമാത്രം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ നിങ്ങളുടെ ട്രേഡ് മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, പൊസിഷൻ സൈസിങ് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നാളെ ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ട് അതായത് മൺഡേ ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ട് ഒരു നെഗറ്റീവ് ക്ലോസ് ബിലോ ദ 5 EMA തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൊസിഷൻസ് ഒക്കെ ഒന്നും കൂടി ലൈറ്റ് ആക്കും. അഥവാ അല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക് ഔട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചും കൂടി അഗ്രസീവായി ഞാൻ മാർക്കറ്റിൽ നോക്കിക്കാണും. അപ്പോൾ ഇതാണ് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സിൻ്റെ അനാലിസിസ്. നമുക്കിനി ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകാം. സോ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോകുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബവ് 50 EMA നോക്കുകയാണെങ്കിൽ ഇവിടെ 15 പോട്ടെ 20 EMA നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് 30 25% സ്റ്റോക്സ് മാത്രമേ അതിൻ്റെ 20 EMA മുകളിലേക്കുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് എബവ് 50.8% സ്റ്റോക്സും അതിൻ്റെ 20 പീരിയഡ് ആവറേജിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇത് ബ്രെഡ്ത്ത് ത്രസ്റ്റ് എന്ന് ഞാൻ പല വീഡിയോയിൽ ഞാൻ പറയുന്നൊരു വേർഡാണ് ബ്രെഡ്ത്ത് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫാസ്റ്റ് ആയിട്ട് ബ്രെഡ്ത്ത് എക്സ്പാൻഡ് ചെയ്യാൻ മുകളിലേക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പാൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബ്രെഡ്ത്ത് ത്രസ്റ്റ് വരുന്ന സമയത്ത് എപ്പോഴും നോക്കിക്കോളൂ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് അതിൻ്റെ 5 EMA മുകളിലും ക്ലോസ് ചെയ്തിട്ടാണ്. ആ സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുക, അഗ്രസീവ് ട്രേഡ് എടുക്കുക. അല്ലാത്ത സമയത്ത് മാറി എടുക്കുക. മാർക്കറ്റിൽ ഒരു 75%, ഒരു വർഷത്തിൽ 75% സമയത്തും മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എല്ലാം ചോപ്പിനെസ്, സൈഡ് വേസ് അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലായിരിക്കും. അപ്പോൾ ആ ഒരു ബാക്കി 25% സമയം മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയം നമ്മൾ എങ്ങനെ നോക്കി കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 50ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 50ൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 50ൽ വന്നിട്ട് ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും താഴത്തേക്ക് വന്നു. ഇപ്പോൾ 50 എന്ന ലെവൽ കുറച്ച് ക്രൂഷ്യലാണ്. പക്ഷെ ഇതൊരു ലെവലായിട്ടൊന്നും കാണണ്ട. പക്ഷെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. കാരണം 50ക്ക് മുകളിൽ 20% ഓഫ് സ്റ്റോക്സ് അബവ് 20 EMA സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ബുള്ളിഷ്നെസ് ആണ് മാർക്കറ്റിൽ നമുക്ക് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യണം. ഒബ്വിയസ്ലി ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് പക്ഷേ മുകളിലേക്ക് പോയെങ്കിലും താഴെ വന്ന് 15 താഴത്തേക്ക് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുകയല്ലേ ചെയ്തത്. അല്ലാതെ മുകളിൽ തന്നെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തിങ്ങനെ നിൽക്കുവാണെങ്കിൽ മാത്രം നമുക്കൊരു ബുള്ളിഷ് മാർക്കറ്റാന്ന് പറയാൻ പറ്റില്ല. അതിൽ മാത്രം അങ്ങനത്തെ മാർക്കറ്റിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ട്രേഡിൽ കിട്ടുകയുള്ളൂ. നമ്മൾ 2020 മാർക്കറ്റൊക്കെ അതുപോലെ ആയിരിക്കും. നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ സമയം നമ്മുടെ പെർസെൻറ്റ് ഓഫ് സ്റ്റോക്സ് ഓവർ 20 EMA അല്ലെങ്കിൽ 50 EMA അതിൻ്റെ 50% മുകളിലായിരിക്കും കൂടുതൽ സമയം ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡുകളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയും ചെയ്യും. ഇങ്ങനെയുള്ള വർഷങ്ങളൊക്കെ വളരെ കുറവായിരിക്കും നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്ത് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഡെക്കേഡിലൊക്കെ ഒരു മൂവ് ഇങ്ങനത്തെയൊക്കെ 2020 പോലത്തെ വർഷങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ആ വർഷത്തിൽ ഞാൻ പറയുന്നത് 80% അല്ലെങ്കിൽ 75% സമയം മാർക്കറ്റ് ചോപ്പി ആവും എന്ന സിനാരി ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം മാർക്കറ്റ് മുകളിലേക്കായിരിക്കും. അങ്ങനെയാണ് വലിയ വലിയ ട്രേഡേഴ്സൊക്കെ ഒരു വർഷം 1000% കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2020 ഒലിവേക്കൽ എന്ന് പറഞ്ഞൊരു ട്രേഡർ ഉണ്ട്. നിങ്ങൾ US ഇൻവെസ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലൊരു ഒലിവേക്കൽ എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റർ ഓൾമോസ്റ്റ് 900 to 1000 ഇതിൻ്റെ ഇടയിൽ ഒരു നമ്പറാണ് അയാൾ ഒരു വർഷം അയാൾ റിട്ടേൺ ഉണ്ടാക്കിയത്. അപ്പോൾ ആ രീതിയിലുള്ള റിട്ടേൺ ഒക്കെ 2020 മാർക്കറ്റിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വളരെ എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ നമ്മൾ എക്യുപ്ഡ് ആണെങ്കിൽ നിങ്ങൾക്കും വരുന്ന വർഷങ്ങളിൽ അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനത്തെ റിട്ടേൺസും ഉണ്ടാക്കാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പം വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ്സും അനുസരിച്ച് നമുക്ക് നമ്മുടെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ. ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.